നൈമിഷാരണ്യ വനത്തിൽ രോമഹർഷൽ വ്യാസദേവന്റെ തന്നെ ശിഷ്യനാണ്. അദ്ദേഹം ഭാഗവതം പറയാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. ആ സമയത്ത് അവിടെ ബലരാമൻ വന്നു. ബലരാമൻ വന്നപ്പോൾ ഈ ഒരു വ്യക്തിത്വം അവിടുന്ന് എഴുന്നേറ്റിട്ടില്ല. അന്നേരം ബലരാമ ഭഗവാന് മനസ്സിലായി, ഭഗവാനെ കുറിച്ച് പറയുന്ന ആളിന് തന്നെ ഭഗവാനെ കുറിച്ച് അറിയത്തില്ല, പിന്നെ എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ദർഭ എടുത്തു, കഴുത്തിലോട്ടൊന്ന് സ്പർശിച്ചേ ഉള്ളൂ, കഴുത്തറ്റുപോയി. എല്ലാവരും വിഷമിച്ചു. കലിയുഗം ഇനി വരാൻ പോവുകയാണ്, ഇനി എന്ത് ചെയ്യും ഭഗവാനെ? ഭാഗവതമൊക്കെ കേൾക്കാന്ന് പറഞ്ഞിട്ടാണ് രോമഹർഷനെ പിടിച്ചിരുന്നത്. ഭഗവാൻ പറഞ്ഞു, എന്തിനു വിഷമിക്കുന്നു? സൂതൻ ഇല്ലേ? ബലരാമ ഭഗവാൻ രോമഹർഷനെ വധിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭാഗവതം ലഭിക്കത്തില്ലായിരുന്നു. സൂത ഗോസ്വാമി വ്യാസാസനത്തിൽ ഇരുത്തിയില്ലായിരുന്നെങ്കിൽ ഭാഗവതം നമുക്ക് ലഭിക്കത്തില്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ആ ഭാഗവതം 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം നമുക്ക് ലഭിച്ചത് ബലരാമ ഭഗവാന്റെ കൃപ കൊണ്ടാണ്.